ഹായ്, അശ്വിനി സുരേഷ്, NLP പ്രാക്ടീഷണർ ആൻഡ് ലൈഫ് കോച്ച്. ഒരു സുഭാഷിതത്തിൽ നിന്ന് ഇന്ന് തുടങ്ങാം. എത്ര നാര്യാസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നു അവിടെ ദേവതകൾ വസിക്കും എന്നാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകളെ ഒരു പ്രഗ്നൻസി പീരീഡും പീരീഡ്സിൻ്റെ ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഒരു സ്ത്രീക്ക് ഏറ്റവും നല്ല ലവിങ് ആൻഡ് കെയറിങ് കൊടുക്കേണ്ട ഒരു ടൈമാണ് പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്. പ്രഗ്നൻസി പീരീഡിൽ കടന്ന് പോകുന്ന സമയത്ത് ആ ഒരു കുട്ടിക്ക് നല്ല സ്നേഹം, പരിചരണ, അതുപോലെ പ്രൊട്ടക്ഷന് ഇതൊക്കെ കൊടുക്കണം. അമ്മയുടെ ഓരോ ഇമോഷൻസ്, അത് സന്തോഷമായാലും വിഷമമായാലും ദേഷ്യമായാലും എന്തായാലും ഇതൊക്കെയും വയറിലുള്ള കുട്ടി എക്സ്പീരിയൻസ് ചെയ്യും. ചുറ്റുപാട് നടക്കുന്ന അങ്ങനത്തെ കാര്യങ്ങൾ അമ്മൻ്റെ മനസ്സിന് അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇഫക്റ്റ് ചെയ്യാം. അപ്പം ഇത് വയറിലുള്ള കുട്ടിക്കും ഇഫക്റ്റ് ചെയ്യും. നമ്മളെ മഹാഭാരത കാലഘട്ടത്തിൽ കൃഷ്ണന് സുഭദ്ര അനിയത്തിക്ക് മടിയിൽ കിടത്തി ഇങ്ങനെ ഒരു പ്രഗ്നൻ്റ് ആയ സമയത്ത്, സുഭദ്രൻ്റെ പ്രഗ്നൻസി പീരീഡിൽ ഈ ചക്രവ്യൂഹത്തെ പറ്റിയിട്ട് ഭേദിക്കുന്ന കഥ പറയുന്നുണ്ട്. അപ്പോൾ അത് വയറിലിരിക്കുന്ന അഭിമന്യു ആണ് എല്ലാം കേട്ടി മൂളുന്നുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു മഹാഭാരത യുദ്ധത്തിൽ ചക്രവ്യൂഹത്തെ ഭേദിക്കാൻ അഭിമന്യുവിന് പറ്റിയത് പ്രഗ്നൻസി പീരീഡിൽ ആ ഒരു കേട്ട വിഷയമായിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മളെ വയറിൽ ഒരു 5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടി വയറിൽ പുറമേയുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെയും കേൾക്കാനും അതൊക്കെ അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഫീലിങ്ങിലൂടെ അമ്മ ഔട്ട്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന ആ ഒരു ഇതിൽ അമ്മ കേട്ട് അത് ഫീലിംഗ് ചെയ്യുമ്പോൾ അത് വയറിലുള്ള കുട്ടിയും അതേ ഇമോഷൻസിലൂടെ കടന്നു പോകുന്നുണ്ട്. ചില കേസിൽ തെറാപ്പീസൊക്കെ ചെയ്യുന്ന സമയത്ത് അവരെ ഈ ഒരു റിയൽ ലൈഫിൽ അവർ അനുഭവിക്കുന്ന പ്രോബ്ലമിൻ്റെ മെയിൻ റൂട്ട് എന്ന് പറയുന്നത് അമ്മൻ്റെ വയറിൽ ഉള്ള സമയത്ത്, അമ്മൻ്റെ വൂമ്പിൽ കിടക്കുന്ന സമയത്ത് അമ്മ അവർ ഫീൽ ചെയ്ത കാര്യങ്ങളും ഫിയറും അതുപോലെ അവരനുഭവിച്ച സ്ട്രെസ്സും ഇമോഷണൽ പെയിൻസും ഇതൊക്കെയാണ് ആയ ആ ഒരു വയറിലിരിക്കുന്ന കുട്ടി അതങ്ങനെ അബ്സോർവ് ചെയ്ത് സബ് കോൺഷ്യസ് ആയിട്ട് എടുത്ത കാര്യങ്ങളാണ് ആ ഒരു പേഴ്സണിൻ്റെ ലൈഫിൽ ഇഫക്റ്റ് ചെയ്തിട്ട് നമുക്കതിൻ്റെ റൂട്ട് കോസ് കാണുന്നത് അമ്മൻ്റെ വയറിലിൻ്റെ വൂമ്പെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മനസ്സിലാക്കണം, നമ്മൾ വീട്ടിലൊരു പ്രഗ്നൻ്റ് ആയ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അത് മകളായിക്കോട്ടെ, മരുമകളായിക്കോട്ടെ, അനിയത്തിമാരായിക്കോട്ടെ, ചേച്ചിമാരായിക്കോട്ടെ, ആരായിക്കോട്ടെ, ചിലപ്പോൾ നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന കൊലീഗ്സ് ആയിരിക്കാം, ആരായിക്കോട്ടെ, അവർക്ക് അവരെ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് അവരെ ഹാപ്പിയസ്റ്റ് ആക്കിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ അവർക്ക് വിഷമം എന്ന് പറഞ്ഞ സംഭവത്തിൽ അവർ മാനസിക വിഷമത്തിൽ പോകുന്ന അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒരിക്കലും ഉണ്ടാക്കാതെ, മീൻസ് ഒരിക്കലും നമ്മളെ കാരണം ആവാതെ നമ്മളവരെ കെയർ ചെയ്ത് കൊണ്ടുപോകാം. എത്രത്തോളം നമുക്ക് അവരെ ഹാപ്പിയാക്കാൻ പറ്റുന്നു അത്രത്തോളം നമുക്ക് അവരെ അവരെ മൈൻഡ് ലെവൽ ഹാപ്പിയാക്കി കൊണ്ടുപോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പം നമ്മുടെ വീട്ടിലുള്ള ഇപ്പം മോസ്റ്റ്ലി ഇപ്പം പ്രഗ്നൻ്റ് ആയ ലേഡീസൊക്കെ ഭർത്താവിൻ്റെ വീട്ടിലായിരിക്കും കൂടുതൽ. അപ്പം വീട്ടിലുള്ള അമ്മായിയമ്മമാർ, അപ്പം നാത്തോന്മാരായാലും ഹസ്ബൻഡ് വീട്ടിലുണ്ടവർ ശ്രദ്ധിക്കണം. നമ്മൾ വീട്ടിൽ ജനിക്കുന്ന പോകുന്ന കുട്ടീൻ്റെ ഫ്യൂച്ചറാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അവരെ മെൻ്റലി എല്ലാ രീതിയിലും ഇവരൊക്കെയും അവരെ എത്രത്തോളം അവരെ ഹാപ്പി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു, ഒരു പ്രൊട്ടക്ഷൻ, ലവിങ്, കെയറിങ് ഇതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഈ സമയത്ത് നിങ്ങൾ കൊടുക്കുക. കാരണം നിങ്ങൾ കുട്ടീൻ്റെ ഫ്യൂച്ചറാണ്. ഒരിക്കലും അവരെ വേദനിപ്പിക്കാമെന്ന് അവർ ചിന്തിക്കാൻ പോലും അരുത് ആ ഒരു സമയത്ത്. അതുകൊണ്ട് നല്ലൊരു കുട്ടീൻ്റെ ഫ്യൂച്ചർ ക്രിയേഷന് അത് സ്റ്റാർട്ടിങ് ആകുന്നത് അമ്മൻ്റെ വയറിന്നാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. അതുപോലെ ഇപ്പം പല വീടുകളിലും ഒരു വളരെ ഇപ്പം എല്ലാവരുടെ വീട്ടിലും ഒരു പീസ്ഫുള്ളായ അറ്റ്മോസ്ഫിയർ ഇരിക്കണം എന്നില്ല. അപ്പം അതുകൊണ്ട്
ഒരു കിരികിരിയായ ഒരു ഡിസ്റ്റർബൻസ് ആയ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള വീടുകളാണെങ്കിൽ നിങ്ങളൊക്കെ നിങ്ങളെ ക്യാരക്ടറൊക്കെ മാറ്റം വരുത്തിയിട്ട് ഒരു ചേഞ്ചസ് കൊണ്ടുവന്നേ പറ്റൂ. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം അതുപോലെ പ്രഗ്നൻസി ലേഡീസിനെ പീരീഡ്സൊക്കെ സ്റ്റോപ്പാകുന്ന ആ ഒരു പീരീഡ് മെനപ്പോസ് ടൈം, ആ ടൈമിലും ലേഡീസിന് മാനസികമായിട്ടും ശാരീരികമായിട്ടും പല രീതിയിലുള്ള പ്രോബ്ലംസൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈം വീട്ടിലുള്ളവർ, മക്കളും ഭർത്താവും കൂടെയുള്ളവരാരായാലും അവരെ കൂടുതൽ മെൻ്റൽ സപ്പോർട്ട് ചെയ്യുക. അവർ ചിലപ്പോൾ പെട്ടെന്ന് വിഷമിക്കും, ചിലപ്പം കരയും, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ആ ഒരു മനസ്സിലാക്കി അവരുടെ കൂടെയുള്ളവർ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ മന്ത്ലി പീരീഡ്സിൻ്റെ ആ ഒരു സർക്കിളിൽ ഇപ്പോൾ അവർ നോർമലി നല്ലൊരു ക്യാരക്ടറിൻ്റെ ലേഡി ആയിരിക്കും, ബട്ട് ആ ഒരു പെട്ടെന്ന് ആ ഒരു 3-4 ഡേയ്സിൻ്റെ ആ ഒരു 6 ഡേയ്സിൻ്റെ പീരീഡിൽ അവർ പെട്ടെന്നായിട്ട് ചിലപ്പം റാഷ് ആവുന്നതും ചിലപ്പം നോക്കുന്നതും കാണുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു പീരീഡിൽ അവർക്ക് ഉള്ളതാണത്. അപ്പോൾ അതുകൊണ്ട് ഹോർമോൺ ഇംബാലൻസൊക്കെ ആകുന്ന സമയത്ത്, ആ പെയിനിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് ഇതൊക്കെ സംഭവിക്കുന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി കൂടെയുള്ളവർ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുക, അവരെ മനസ്സിലാക്കി അവർ ആ ഒരു സമയത്ത് അവർക്ക് വേണ്ട ലവിങ്ങും കെയറിങ്ങും ഒക്കെ കൊടുക്കണം. പിന്നെ പ്രഗ്നൻസി പീരീഡിൽ വേറൊരു കാര്യം, ഒരു എക്സാമ്പിൾ പറയാം. പ്രഗ്നൻസി പീരീഡിൽ ലേഡീസൊക്കെ നല്ലോണം മാനസിക വിഷമത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ജനിക്കുന്ന കുട്ടികളിൽ കൂടുതലായിട്ട് ഈ ശ്വാസമുട്ടലൊക്കെ നമ്മൾ പറയില്ലേ, കുട്ടികൾക്ക് ശ്വാസമുട്ടലുണ്ട്, അസ്തമ, അതൊക്കെ കൂടുതൽ ഇങ്ങനത്തെ ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ അവർ അനുഭവിച്ചങ്ങനത്തെ ആ ഫീലിങ്സാണ് കുട്ടികൾക്ക് ഈ ഒരു ഡെലിവറി ആയതിന് ശേഷം ഇതുപോലത്തെ അസ്തമ ഒക്കെ വരാനുള്ള കാരണം, റീസൺ, അതിൻ്റെ റൂട്ട് കോസ് അവിടെയാണ്. അപ്പം മനസ്സിലാക്കുക, വീട്ടിലൊക്കെ ഇപ്പം ഇങ്ങനെ സഫർ ചെയ്യുന്നൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാവും വീട്ടിൽ. അപ്പം അതിൽ നിങ്ങൾക്കൊക്കെ ഒരു മിസ്റ്റേക്സൊക്കെ എല്ലാവർക്കും സംഭവിക്കാം, അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് അതൊക്കെ ഇനി മുമ്പോട്ട് വളരെ കെയർഫുള്ളായിരിക്കാം. അങ്ങനെ ഒന്നും വളരെ ഒരു ഹെൽത്തി ഒരു